ആരാധിപ്പാനും മഹത്വപ്പെടുത്തുക കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാനും ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിപ്പാനൊക്കെ ദൈവം ഇടയാക്കി. കർത്താവിന്റെ എല്ലാ നന്മകൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. 1 Peter chapter 1 verses 13 to 17. ആകയാൽ നിങ്ങൾ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. ഒരു ആശയത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. നാം വായിച്ച 13-ാം വാക്യത്തിൽ ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കുക. മറ്റൊരു ആശയം എന്ന് പറയുന്നത് മനസ്സ് ബലപ്പെടുക എന്നൊരാശയം കൂടെ അവിടെയാണ്. മനസ്സ് ബലപ്പെടുക, മനസ്സ് ഉറപ്പിക്കുക. Prepare your mind for action. മനസ്സുറപ്പിക്കുക. നമുക്കറിയാം, മനസ്സിന്റെ ചിന്തകൾ എന്ന് പറയുന്നത് നാളെയെക്കുറിച്ചുള്ള ചിന്തകളാണ്. നാളെ എന്തായിത്തീരും. മനസ്സിന്റെ ചിന്താഭാരങ്ങൾ എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോൾ ഒരുപക്ഷെ മനസ്സ് പതറാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും വരുമ്പോൾ മനസ്സ് പതറിപ്പോകാറുണ്ട്. അപ്പോൾ നാളെയെക്കുറിച്ചുള്ള ചിന്ത, സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോൾ, കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ മനസ്സ് പതറിപ്പോകാറുണ്ട്, നമ്മുടെ എല്ലാവരുടെയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവിലാണ് ദൈവജനത്തെ ധൈര്യപ്പെടുത്താനായിട്ട് പത്രോസ് പറയുകയാണ്, മനസ്സ് ഉറപ്പിക്കണം. ഓരോ ദൈവമക്കളും നാം ഓരോരുത്തരും ഈ പ്രതികൂലങ്ങൾ ഉള്ള ലോകത്ത്, നാളെയെക്കുറിച്ചുള്ള ഭാരമുള്ള ലോകത്ത്, ഒരുപക്ഷെ നാം എപ്പോഴും ചിന്തിക്കുന്നത് പോലെ അല്ല സാഹചര്യങ്ങൾ. എല്ലാം ശരിയായി ഓക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അടുത്ത ബുദ്ധിമുട്ട്, പ്രതിസന്ധി മുമ്പിൽ വന്ന് ചാടുന്നത്. നമ്മൾ വിചാരിക്കും ഒക്കെ എല്ലാം ശരിയായി, ഇനി കാര്യങ്ങൾ മുമ്പോട്ട് പോകാം. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വൈതരണികളും കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ദൈവജനത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, നമ്മെ ഓരോരുത്തരെയും മുമ്പിൽ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനിലൂടെ, ദൈവദാസനിലൂടെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ മനസ്സ് ഉറപ്പിച്ച്. ആകയാൽ എന്ന പദത്തോടെയാണ് അവിടെ തുടരുന്നത്. ആകയാൽ എന്താ അങ്ങനെ പറയുന്നത്? അതിന്റെ സാഹചര്യങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. മറ്റു ചില കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങളായിട്ട് പറയുകയാണ്. ഇവിടെ തുടക്കത്തിൽ തന്നെ
വൃതന്മാർക്ക് എഴുതുന്നത്. വൃതന്മാരെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാർക്ക് എഴുതുന്നത് നിങ്ങൾ കൃപയും സമാധാനം. വൃതന്മാർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും പ്രതിസന്ധികൾ വരാം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും നാളെയെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ ഭാരപ്പെടുത്താം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി വരാം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വരാം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകും. അത് ഓർപ്പിക്കുന്ന, ആ വിഷയങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ട് ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, ഒരാശയമാണ് ദൈവത്തിന്റെ ദാസൻ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. ആകയാൽ. അപ്പോൾ ഇവിടെ ആകയാൽ മനസ്സുറപ്പിച്ച് ഒന്ന് നിർമ്മതരായിരിക്കണം. എങ്ങനെയാണ് മനസ്സുറപ്പിക്കാൻ കഴിയുന്നത്? അതിനൊന്നാമത് പറയുന്ന ആശയം നിർമ്മതരായിരിക്കണം എന്നുള്ളതാണ്. എപ്പോ വരെയാണ് നിർമ്മതരായിരിക്കേണ്ടത്? യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ, കർത്താവ് വരുന്നത് വരെ. നമ്മുടെ ആയുസ് മുഴുവൻ നാം നിർമ്മതരായിരിക്കണം എന്ന് പറയുകയാണ്. നിർമ്മതരാകുക എന്ന് പറയുന്നത് മാനസിക നിലവാരമാണ്, നമ്മുടെ മനസ്സിന്റെ നിലവാരം. നിർമ്മതരാകുക എന്ന് പറയുന്നത് മാനസിക നിലവാരത്തെ സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്കറിയാം, പതറിപ്പോകുന്ന മനസ്സിന്റെ ഉടമകളാണ് ഞാനും നിങ്ങളും. ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ആടി ഉലയാൻ സാധ്യതയുണ്ട്. പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായിരിക്കുക. മാനസികമായ നിലവാരം സംരക്ഷിക്കുവാൻ ദൈവമക്കളായ നമുക്ക് കഴിയണം. അതാണ് ഇവിടെ ദൈവത്തിന്റെ ദാസൻ ഓർപ്പിക്കുന്നത്. നിർമ്മലമായ മനസ്സിനുടമകളായിരിക്കണം നാം ഓരോരുത്തരും. നമുക്കറിയാം, ഈ ലോകമെന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയിൽ പോലും വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഈ പറയുന്ന ഞാൻ തന്നെ പതറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് മുൻപേ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ വഴികളെ തിരിച്ചുവിടാൻ, ചിന്താഗതികളെ തിരിച്ചുവിടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മാനസിക നിലവാരം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ നിലവാരം എങ്ങനെയാണ്? നമ്മുടെ മനസ്സ് എങ്ങനെയാണ്? ഇവിടെ പറയാണ്, നാം മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായിരിക്കണം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ. എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഒരു ദൈവ പൈതൽ അവന്റെ മാനസികമായ നിലവാരം സംരക്ഷിക്കുന്നവനായിരിക്കണം. നമുക്കൊരു ഉറപ്പുണ്ടാകണം, ഒരു ചിന്താഗതി ഉണ്ടാകണം. ജീവിതത്തിൽ എന്തു വന്നാലും ദൈവം എന്നോടുകൂടെയുണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വെറും കർത്താവ് നമ്മിൽ വസിക്കുന്നു എന്നല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഓരോ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിലും ഓരോ ദൈവജനത്തിലും ദൈവമക്കളിലും കർത്താവ് വസിക്കുന്നുണ്ട്. അനേക വാക്യങ്ങൾ ചേർത്ത് ചിന്തിക്കാനായി കഴിയും. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, നിന്റെ ദൈവമാകുന്നു ഞാൻ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നാം നിർമ്മതരായിരിക്കണം. നമ്മുടെ മനസ്സ് ചാഞ്ചാടി പോകുവാനിടയാകരുത്, പതറിപ്പോകാനിടയാകരുത്. പിശാച് എപ്പോഴും നമ്മുടെ മനസ്സിനെ മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. പിശാച് എപ്പോഴും നമ്മുടെ മനസ്സിൽ അശ്രദ്ധ കൊണ്ടുവരുന്നവനാണ്. നമ്മുടെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ മനസ്സ് ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുന്ന ഒന്നാണ്. എപ്പോ വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും, ഏത് സാഹചര്യത്തിലും മനസ്സ് ഏത് നിലയിൽ വേണമെങ്കിലും പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, നമ്മുടെ മാനസികമായ നിലവാരം മൂന്നും ഒരുമിച്ച് ദൈവത്തോടൊപ്പമായിരിക്കണം. ശരീരം മാത്രം ദൈവത്തോടു കൂടെ ആയാൽ പോരാ, നമ്മുടെ മാനസികമായ ചിന്തകളും ദൈവത്തോടു കൂടെ ആയിരിക്കണം. നാം ഇപ്പോൾ ആരാധിച്ചു, ആരാധനയിലും അങ്ങനെ തന്നെയാണ്. ഏകാഗ്ര ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ഭയത്തോടും ഭക്തിയോടും കൂടെ. അപ്പോൾ എല്ലാം പൂർണ്ണമായിരിക്കണം. ഒന്നും കർത്താവിൽ നിന്ന് മാറിപ്പോകാൻ ഇടയാകരുത്. നമ്മുടെ ചിന്തകൾ,
നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വികാരങ്ങൾ എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മനസ്സ് ഉറപ്പിക്കണം. മാനസികമായ നിലയിൽ മനസ്സുറപ്പിക്കണമെങ്കിൽ നാം ദൈവ മുൻപാകെ നിർമ്മതരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ആ നിലയിൽ പകരുവാനിടയാകണം. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിൽ പകരുവാൻ ഇടയാകണം. പകരണം അതാണ് ദൈവം ആഗ്രഹിക്കുക. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകുമ്പോഴേ ദൈവവുമായുള്ള ഏകാഗ്രമായ ചിന്തയിൽ ആയിരിക്കാനിടയാകും. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയുടെ സമയങ്ങൾ, നമ്മുടെ വചനധ്യാനത്തിന്റെ സമയങ്ങൾ, നമ്മുടെ ആരാധനയുടെ സമയങ്ങൾ, ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന എല്ലാ നിമിഷങ്ങളിലും നാം നിർമ്മതരായിരിക്കും. നമ്മുടെ മനസ്സ് ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ പകരുവാനായിട്ട് ഇടയാകണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സുറപ്പിക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ മാനസിക നിലവാരം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ നാം നിർമ്മതരായിരിക്കണം, വിശുദ്ധിയോടെ ജീവിക്കുന്നവരായി. രണ്ടാമത്തെ ആശയം അവിടെ പറയാണ്, നമ്മുടെ മനസ്സുറപ്പിക്കണമെങ്കിൽ നാം പൂർണ്ണ പ്രത്യാശ വെക്കണം. വരുവാനുള്ള കൃപയിൽ എന്നാണ് നമ്മളിവിടെ കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. പ്രത്യാശ പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കണം, പൂർണ്ണ പ്രത്യാശ വെക്കണം. എന്താ വാക്കിന്റെ ഒക്കെ അർത്ഥം എന്ന് പറയുന്നത്? നമുക്കറിയാം, ദൈവജനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യാശയുള്ളവരാണ് എന്നുള്ളതാണ്. ലോകത്തിലുള്ള ആളുകളുടെ പ്രശ്നം അവർക്ക് പ്രത്യാശയില്ല. താൽക്കാലികമായ ചിന്തകൾ മാത്രമാണ് അവരെ ഭരിക്കുന്നത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇതാണ് ലൗകിക മനുഷ്യരുടെ ചിന്ത. ഈ ലോകത്തെക്കുറിച്ചുള്ള താൽക്കാലികമായ ചിന്ത, നിത്യതയെക്കുറിച്ച് അവർ ഓർക്കാറില്ല, ഭാവിയെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല. എന്നാൽ ദൈവജനത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് പ്രത്യാശ എന്നുള്ളത്, വരുവാനുള്ളതിനെ കുറിച്ചുള്ള ആശ. നാം ഈ ലോകത്തിനുള്ളവരല്ല, നാം ഈ ലോകത്തിൽ മാത്രം ജീവിക്കുന്നവരല്ല. നമുക്കൊരു നിത്യതയുണ്ട്, വരുവാനുള്ള ഒരു നിത്യതയുണ്ട്. നിത്യ തേജസ്സിന്റെ ഘനമോർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. നാം ഈ ലോകത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ല. നമുക്കറിയാം, ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുടെ ചിന്തയും നിത്യതയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ചിന്തയും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ഒത്തിരി വ്യത്യാസമുള്ളതാണ്. നമുക്ക് ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തയുടെ പ്രത്യേകത നമുക്കറിയാം. ഇന്ന് ലോകത്തിലെ ആളുകൾ ഈ ലോകത്തിലേക്ക് വേണ്ടി മാത്രം ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് വേണ്ടി മാത്രം കരുതുന്നവരാണ്. അവരുടെ സമ്പാദ്യം ഇവിടെയാണ്, അവരുടെ ചിന്തകൾ ഇവിടെയാണ്, അവരുടെ നോട്ടം ഇവിടേക്കാണ്, അവരുടെ ക്രമീകരണങ്ങൾ ഇവിടേക്കാണ്. ഇതൊന്നുമല്ല ദൈവമക്കൾക്ക്. നമ്മുടെ മനസ്സ് ഉറപ്പിക്കണം. ആ മനസ്സ് ഉറക്കണമെങ്കിൽ പൂർണ്ണ പ്രത്യാശ നമുക്കുണ്ടാകണം. ഈ ലോകത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, അത് ഇവിടത്തേക്കുള്ളതല്ല, എന്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് എന്ന് ചിന്തിക്കാനിടയാകണം. ആ ചിന്ത നമ്മളെ ഭരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. ആ ചിന്ത നമ്മളെ ഭരിക്കുമ്പോഴാണ് നമ്മുടെ മുൻപോട്ടുള്ള യാത്ര സുഗമമാകുന്നത്. ആ ചിന്ത നമ്മളെ ഭരിക്കുമ്പോഴാണ് നമുക്ക് നിരാശയില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്. ഈ ലോകത്തിലേക്ക് വേണ്ടി മാത്രം ചിന്തിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ വരുമ്പോൾ മനസ്സ് പതറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സ് ഉറപ്പിക്കണമെങ്കിൽ ഒന്ന്, നാം നിർമ്മതരായിരിക്കണം, നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം, വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് നാം അവിടെ വായിച്ചത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. രണ്ട്, ഇവിടെ കാണുന്നത് പൂർണ്ണ പ്രത്യാശ വെക്കുക. വരുവാനുള്ളതിനെ കുറിച്ച്, നിത്യതയെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ ഭരിക്കാനിടയാകണം. ഈ ലോക ജീവിതം താൽക്കാലിക ജീവിതമാണ്. നമ്മളൊക്കെ ഇവിടെ പരദേശികളാണ്. നമ്മൾ ഇവിടെ താൽക്കാലികമായി പാർക്കുന്നവരാണ്. പണ്ടൊക്കെ, ഇപ്പോൾ വളരെ കുറവാണ് വീടുകളിൽ വാക്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. പണ്ടൊക്കെ ഉള്ള വീടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ കാണും, വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ ജീവിതത്തെ കുറിച്ചല്ല, നിത്യതയെ കുറിച്ചുള്ള വാക്യങ്ങൾ ഓർപ്പിക്കാറുണ്ട്. നമ്മൾ ഇവിടെ താൽക്കാലികമായി വസിക്കുന്നവരാണ്, ഇവിടെ താൽക്കാലികമായി ജീവിക്കുന്നവരാണ്. നമ്മുടെ പ്രവാസകാലം, നമ്മുടെ ഭാവി കാലം, നമ്മുടെ നിത്യകാലം, ഇതൊക്കെയുള്ള ചിന്തകൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കണം. കേവലം ഈ ലോകത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്നവരായി തീരരുത്.
ഈ ലോകത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് പലപ്പോഴും പതറിപ്പോകാൻ ഇടയാകുന്നത്. അതുകൊണ്ട് പൂർണ്ണ പ്രത്യാശ വയ്ക്കുക. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്, ആ നിത്യതയെക്കുറിച്ചുള്ള ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കണം. നമ്മൾ ഇവിടത്തേക്കുള്ളവരല്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതാണ് ദൈവമക്കൾക്ക് ധൈര്യം നൽകുന്നത്. അതാണ് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് പ്രത്യാശ നൽകുന്നത്. അതാണ് നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് നമ്മളെ പ്രചോദനമാക്കുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. ആ ചിന്ത നമ്മളെ ഭരിക്കാറുണ്ടോ? പൂർണ്ണമായ ഒരു പ്രത്യാശ നമുക്കുണ്ടാകാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊരിക്കലും പതറിപ്പോകുകയില്ല. നമ്മുടെ മനസ്സ് ഉറപ്പിക്കാനായിട്ട് കഴിയും. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. അതായത് ഞാൻ ഓർപ്പിച്ച്, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നവരാണ് നമ്മുടെ ഭവനങ്ങളിൽ. നിത്യതയെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കണം. ആ ചിന്ത ഉണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നത്. ലോകത്തിലെ ആളുകൾ വെട്ടിപ്പിടിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നേടാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, അവരിവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി കഠിനമായ പരിശ്രമം നടത്തുമ്പോൾ, നമ്മുടെ പരിമിതികളുടെ നടുവിലും, നമ്മുടെ ഭാരങ്ങളുടെ നടുവിലും, നമ്മുടെ രോഗത്തിന്റെ നടുവിലും, പ്രതികൂലങ്ങളുടെ നടുവിലും നമുക്കൊരു ചിന്തയുണ്ട്, നിത്യതയെക്കുറിച്ചുള്ള ചിന്ത. ആ ചിന്ത നമ്മളെ അനുദിനം ഭരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഉറപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയും. മൂന്നാമത്തെ ആശയത്തിലേക്ക് വരാം. മനസ്സ് ഉറപ്പിക്കണമെങ്കിൽ, ഒന്ന്, നാം നിർമ്മതരായിരിക്കണം. രണ്ട്, പൂർണ്ണ പ്രത്യാശ വെക്കണം. വരുവാനുള്ള കൃപയിൽ എന്നാണ്. വരുവാനുള്ള, നമ്മുടെ ജീവിതം തന്നെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു, അതിന് നാം കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. അപ്പോൾ പൂർണ്ണ പ്രത്യാശ വയ്ക്കുന്നത് കൃപയാൽ, വരുവാനുള്ള കൃപയാൽ നാം ജീവിക്കണം. നമ്മുടെ ജീവിതം പ്രത്യാശ പൂർണ്ണമാകണമെങ്കിൽ ദൈവകൃപയിലായിരിക്കണം. നാം കൃപയാലായിരിക്കണം. അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ ധാരാളം അനുഭവിക്കാൻ ഇടയാകണം. കൃപയാൽ ജീവിക്കണം. ദൈവകൃപ അനുഭവിക്കാൻ ഇടയാകണം. ദൈവകൃപയാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. ദൈവകൃപയാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. ആ ജീവിതത്തിൽ മനസ്സുറപ്പിക്കണമെങ്കിൽ ആ കൃപയിൽ പൂർണ്ണമായി ശരണപ്പെടണം. മൂന്നാമത്തെ ആശയത്തിലേക്ക് വരാം. നമ്മളിവിടെ വായിക്കുന്നത് പ്രത്യാശ. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച് വിശുദ്ധനൊത്തവണ്ണം. മൂന്നാമത്തെ ആശയം പറയുകയാണ്, മനസ്സുറപ്പിക്കണമെങ്കിൽ ഒരിക്കലും മോഹങ്ങളെ മാതൃകയാക്കരുത്. മോഹങ്ങളെ മാതൃകയാക്കിയാൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കാനായിട്ട് കഴിയുകയില്ല. മോഹങ്ങളെ കുറിച്ച് പറയുകയാണ്, പണ്ട് നിങ്ങളുടെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ പഴയ ചിന്തയാണ് മോഹങ്ങൾ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചിന്താഗതി തന്നെ മാറണം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ മോഹങ്ങൾ, നമുക്കറിയാം, എല്ലാവർക്കും മോഹങ്ങളുണ്ട്, ചിന്തകളുണ്ട്, അല്ലെ? ചിന്താഗതികളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ പറഞ്ഞിരിക്കുന്നത് മോഹമുണ്ടാകരുതെന്നല്ല, പഴയ മോഹങ്ങളെ മാതൃകയാക്കരുത്. എന്താ പഴയ മോഹങ്ങൾ എന്ന് പറയുന്നത്? പണ്ട് അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ. അതെന്തൊക്കെയാ? നമുക്കറിയാം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ജഡത്തെക്കുറിച്ചുള്ള മോഹമാണ് പഴയ മോഹം. അതാണ് അജ്ഞാന കാലത്തുണ്ടായിരുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നമുക്കറിയാം, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയുമായിരുന്നു, അറിയാതെ ചെയ്തു പോയ അജ്ഞാന കാലത്തെ ചില ചിന്തകൾ. എന്തുകൊണ്ടാണ് താൻ ദൈവവിരോധിയായിരുന്നത്? അജ്ഞാനകാലം, അറിവില്ലാത്തത് കൊണ്ട്. അപ്പൊ പഴയ മോഹങ്ങൾ, ദൈവഹിതമല്ലാത്ത ചിന്താഗതികൾ, പഴയ മോഹങ്ങൾ എന്ന് പറയുന്നത് അജ്ഞാനകാലത്ത് പാപ സ്വഭാവത്തിൽ ഉണ്ടായിരുന്ന മോഹങ്ങൾ, ദൈവത്തെ അറിയാത്ത കാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ. ആ മോഹങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജഡമോഹമാണ്. ജഡത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുക, ജഡത്തെ പ്രസാദിപ്പിക്കുക, ശാരീരിക സുഖം ചിന്തിക്കുക, ഭൗതികമായതിന്റെ പിന്നാലെ പോവുക, അങ്ങനെയുള്ള മോഹങ്ങൾ. ആ മോഹങ്ങളെ മാതൃകയാക്കരുത്. പണ്ട് അജ്ഞാന കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും മനസ്സുറക്കത്തില്ല.
ആ മോഹങ്ങളുടെ പിന്നാലെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പഴയ അജ്ഞാനകാലത്തിന്റെ പിന്നാലെ, പാപ സ്വഭാവത്തിന്റെ പിന്നാലെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലോകപരമായ ചിന്ത, നമുക്കറിയാം അനന്യാസിനെ കുറിച്ചും സഫീറയെ കുറിച്ചും. അവരവരുടെ സ്വത്ത് എന്ത് ചെയ്തു? വിറ്റിട്ട് അതിന്റെ ഒരു പങ്ക് മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവിനോട് അവിശ്വസ്തത കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു. പാപത്തിന്റെ ഉത്ഭവം തന്നെ അങ്ങനെയാണ്. നമുക്കറിയാം, പാപം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അങ്ങനെയാണ് മനുഷ്യൻ പാപം ചെയ്യാനിടയായത്. ദൈവത്തെ പോലെ ആകാം എന്നുള്ള ഒരാഗ്രഹം. തിന്നരുതെന്ന് പറഞ്ഞത് തിന്നു, അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ അതുകൊണ്ടാ പറഞ്ഞത്, അനുസരണക്കേടിന്റെ മോഹങ്ങളെ മാതൃകയാക്കരുത്, അജ്ഞാനകാലത്തെ മോഹങ്ങളെ മാതൃകയാക്കരുത്, പാപത്തെ മാതൃകയാക്കരുത്. ആ മോഹങ്ങളെ മാതൃകയാക്കിയാൽ നമ്മുടെ മനസ്സൊരിക്കലും ഉറക്കത്തില്ല. അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒന്നിന് പിന്നാലെ ഒന്നോട് ചിന്തിച്ചു കൊണ്ടിരിക്കും. ജഡത്തിന് വേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കും, ശരീരത്തിന് വേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കും. മനുഷ്യന്റെ ശരീര സൗന്ദര്യത്തിന് വേണ്ടി, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യും. നമുക്കറിയാം, ആരോഗ്യപരമായ കാര്യത്തിന് വേണ്ടി കാശ് മുടക്കുന്നത് തെറ്റാണെന്നല്ല. സൗന്ദര്യപരമായി കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് പോകണം, അതിനുവേണ്ടി പണം ചെലവാക്കുന്നത് തെറ്റാണെന്നല്ല. പക്ഷേ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോയി കോടികൾ, ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന മനുഷ്യൻ, നമുക്കറിയാം ഇന്ന് ലോകത്തിന്റെ വിപണിയിൽ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് ഐറ്റങ്ങൾ വിറ്റ് ഒരു കച്ചവട മേഖല തന്നെയാണത്. മനുഷ്യന്റെ താൽക്കാലിക സൗന്ദര്യത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടം. അതിന്റെ പിന്നാലെ പോകുന്ന ചിന്തകൾ, ഒന്നിന് പിന്നാലെ ഒന്നിന്റെ പുറകെ പോകുന്ന ചിന്താഗതികൾ, ഒരിക്കലും അത് ഒരു ദൈവ പൈതലിന് ഭൂഷണമല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോയി ദൈവം നമുക്ക് തന്നതല്ലാതെ മാനുഷികമായി കൂട്ടിച്ചേർക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ പായുന്ന ഒരു ലോകത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആരോഗ്യത്തിന് വേണ്ടി, അതിനുവേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരു ലോകം. പക്ഷേ നമ്മുടെ ആയുസ്സും ആരോഗ്യവും സൗന്ദര്യവും ദൈവത്തിന്റെ ദാനമാണ് എന്ന് നാം ഓർക്കണം. നാം ഇന്ന് ജീവിക്കുന്നത് കൃപയാലാണ്. ഇന്ന് ഞാൻ ആയിരിക്കുന്ന ആരോഗ്യം ദൈവം എനിക്ക് തന്നതാണ്. എന്റെ പണം കൊണ്ട് എന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയുകയില്ല. ഒരു ചെറിയ പനി വന്നാൽ മതി, ഒരു ചെറിയ അസുഖം വന്നാൽ മതി, നമ്മുടെ ജീവിതം അവിടെ തീരുകയാണ്. നമുക്കറിയാം, അങ്ങനെ ഒരു ലോകത്ത് ശരീരത്തിന്റെ, ജഡത്തിന്റെ ഉടമയാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ദൈവത്തെക്കാൾ കൂടുതൽ മറ്റൊന്നിന്റെയും പിന്നാലെ പോകാനിടയാകരുത്. ലോകമോഹത്തിന്റെ പിന്നാലെ പോകാനിടയാകരുത്. ഭൗതികമായതിന്റെ പിന്നാലെ പോകാനിടയാകരുത്. മനുഷ്യൻ അതിനു വേണ്ടി ഓടുകയാണ്. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കുകയാണ്. ദൈവത്തെക്കാൾ കൂടുതൽ മോഹങ്ങളെ മാതൃകയാക്കരുത്. അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ, ആ മോഹങ്ങളുടെ പിന്നാലെ പോയാൽ മനസ്സൊരിക്കലും ഉറപ്പിക്കാൻ കഴിയുകയില്ല. ഇവിടെ പറയുകയാണ്, മോഹങ്ങളെ മാതൃകയാക്കരുത്. മോഹങ്ങൾ എപ്പോഴും ഉണ്ട് മനുഷ്യന്, ഇന്നും ഉണ്ട്. പഴയ ജീവിതത്തിലും ഉണ്ട്, പുതിയ ജീവിതത്തിലും ഉണ്ട്. ക്രിസ്തുവിലായാലും മോഹങ്ങളും ചിന്തകളും നമുക്കുണ്ട്. എന്നാൽ അതിന്റെ പിന്നാലെ പോകരുത്. നാളെയെക്കുറിച്ച് നാം വിചാരപ്പെടേണ്ട, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് ലോകത്തിലെ ആളുകൾ വിചാരപ്പെടുമ്പോൾ ദൈവമക്കളായ നാം ചിന്തിക്കണം. പക്ഷേ നാം അതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. നമുക്ക് ആവശ്യമായ അന്നം തരുന്ന ദൈവമുണ്ട്. നമുക്ക് ആവശ്യമായ സുരക്ഷിതത്വം തരുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ആവശ്യമായ ആരോഗ്യം തരുന്ന ഒരു ദൈവമുണ്ട്. അതെത്ര നമ്മുടെ ബുദ്ധി കൊണ്ട് കൂട്ടിയെടുക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല. നമുക്ക് ദൈവമാണ് ആരോഗ്യവും ആയുസ്സും തരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം മനസ്സ് ഉറപ്പിക്കണം. ഒരിക്കലും പഴയ മോഹങ്ങളുടെ പിന്നാലെ പോകാൻ ഇടയാകരുത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. 3 കാര്യങ്ങൾ നാം ചിന്തിച്ചു. മനസ്സുറപ്പിക്കണമെങ്കിൽ 1, നാം നിർമ്മതരായിരിക്കണം. 2, പൂർണ്ണ പ്രത്യാശ വെക്കണം. 3, മോഹങ്ങളെ മാതൃകയാക്കരുത്. മോഹങ്ങളെ മാതൃകയാക്കിയാൽ ഒരിക്കലും നമ്മുടെ മനസ്സ് ഉറപ്പിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. ഇന്ന് ലോകത്തിന്റെ പിന്നാലെ, ഭൗതികതയുടെ പിന്നാലെ, മനുഷ്യന്റെ താൽക്കാലികമായ സുഖങ്ങൾക്ക് പിന്നാലെ ഓടുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ നമുക്കെല്ലാം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. നമ്മുടെ നോട്ടം അങ്ങോട്ടായിരിക്കണം.
ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത് കർത്താവിൽ നിന്ന് വരുന്നത്, അതാണ് യഥാർത്ഥമായ നന്മ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിപ്പാനിടയാകണം. ബുദ്ധി കൊണ്ടല്ല നാം ഒന്നും ചെയ്യേണ്ടത്. നാം കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മുടെ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന്റെ ഉടമകളായി മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാലാമത്തെ ആശയം അവിടെ പറയുന്നത്, മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച് വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നമ്മുടെ മനസ്സ് ഉറപ്പിക്കണമെങ്കിൽ നാലാമത്തെ ആശയം അവിടെ പറയുകയാണ്, അനുസരണം ഉള്ള മക്കളായിരിക്കണം. അനുസരണം ഉള്ള മക്കൾ. എന്താ അങ്ങനെ പറയുന്നത്? അനുസരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അനുസരണം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ദൈവവചനത്തിൽ, അനുസരണം എന്നുള്ളത്. എന്താ അനുസരിക്കുക എന്ന് പറയുന്നത്? മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ അനുസരിക്കുക, പരമപ്രധാനമായി ദൈവത്തെ അനുസരിക്കുക. ദൈവത്തെ അനുസരിക്കുന്ന ഒരാൾക്ക് മാതാപിതാക്കളെ അനുസരിക്കാൻ ബുദ്ധിമുട്ടില്ല. ദൈവത്തെ അനുസരിക്കുന്ന ഒരാൾക്ക് മുതിർന്നവരെ അനുസരിക്കാൻ ബുദ്ധിമുട്ടില്ല. ദൈവത്തെ അനുസരിക്കുന്ന ഒരാൾക്ക് ഗുരുക്കന്മാരെ അനുസരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തെ അനുസരിക്കുക. പിതാവായ ദൈവത്തെ അനുസരിക്കുന്ന മക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ അനുസരിക്കുന്ന മക്കൾ, വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം. ആരാ നമ്മളെ വിളിച്ചത്? ദൈവമാണ്. ദൈവമാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ ആ വിളിച്ച ദൈവത്തെ നാം അനുസരിക്കണം. ആ വിളിച്ച ദൈവത്തിന്റെ മക്കളായി, അനുസരണമുള്ള മക്കളായി നാം ജീവിക്കണം. അത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രത്യേകതയാണ്. നാം മറ്റൊരു വാക്യം വായിക്കുന്നുണ്ട്, നമുക്കറിയാവുന്ന വാക്യമാണ്, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും. അനുസരണം എന്ന് പറയുന്നത് യാഗത്തെക്കാളും നല്ലതാണെന്നാണ്. ഒരുവൻ അനുസരിക്കാതെ യാഗം കഴിച്ചാൽ അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയില്ല. അനുസരണം എന്ന് പറയുന്നത് സ്വഭാവത്തിന്റെ ഒരു നല്ല പ്രത്യേകതയാണ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ അതൊരു നല്ല മാതൃകയാണ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം. ദൈവവചനം പറയുന്നത് അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. വളരെ ഇന്നത്തെ ഒരു തലമുറ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ഒന്നും അനുസരിക്കാത്ത ഒരു തലമുറയാണ്. ദൈവമക്കളായ നാം അനുസരണമുള്ളവരായിരിക്കണം. എന്നാൽ ഇവിടെ അതേ ആശയത്തോട് ബന്ധപ്പെട്ട് മറ്റൊരു ചിന്താഗതിയാണ്, മനസ്സ് ഉറപ്പിക്കുന്നതിനോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അനുസരണമുള്ള മക്കൾക്കാണ് മനസ്സ് ഉറപ്പിക്കാനായിട്ട് കഴിയുന്നത്. ഒന്നുകൂടെ പറയാം, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിക്കും. എന്നാൽ ചില വിഷയങ്ങൾ, നമുക്ക് പേടിയുള്ള അധ്യാപകരുടെ വിഷയം നമ്മൾ നല്ലവണ്ണം പഠിക്കും, അല്ലെ? നമ്മള് പേടിക്കുന്ന ചില അധ്യാപകരെ നമുക്ക് നല്ല പേടിയാ. എൻ്റെ കാര്യം കൂടെ ചേർത്താ പറയുന്നത്. ആ അധ്യാപകന്റെ വിഷയം നമ്മൾ എങ്ങനെയാലും പഠിക്കും. കാരണം എന്താ? പുള്ളിയെ പേടിയുള്ളത് കൊണ്ടാ. ദൈവത്തെ നമുക്ക് ഭയമുണ്ടെങ്കിൽ നാം അനുസരണമുള്ളവരാകും. എന്താ പലപ്പോഴും അനുസരണം ഇല്ലാത്തതിന്റെ കാരണം? ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ടാ. എത്രത്തോളം ദൈവഭയം നമുക്കുണ്ടോ അത്രത്തോളം നാം ദൈവത്തെ അനുസരിക്കും. ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, എത്രത്തോളം ദൈവത്തെ ഭയമുണ്ടോ നമുക്ക് അത്രത്തോളം മാതാപിതാക്കളെയും മുതിർന്നവരെയും അനുസരിക്കും. നമ്മുടെയൊക്കെ പിതാക്കന്മാർ നമ്മളെ അനുസരണം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പിതാവായ ദൈവമാണ് ഏറ്റവും വലിയ അനുസരണം നമ്മെ പഠിപ്പിച്ചത്. നമുക്കറിയാം, ദൈവം, നമ്മുടെ കർത്താവ് പിതാവായ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ അനുസരണത്തോടെ ചെയ്തു. നമുക്ക് കർത്താവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് നാം ചിന്തിക്കുന്ന അങ്ങനെയാണ്. ദൈവത്തിന്റെ ഇഷ്ടം കർത്താവ് അനുസരണത്തോടെ നിറവേറ്റി. കാൽവറിയിലെ ക്രൂശ് മരണം വളരെ അനുസരണത്തോടെയാണ് ചെയ്തത്. രോമം കത്തിരിക്കുന്നവരുടെ, യെശയ്യാ പ്രവാചകൻ എങ്ങനെയാ പറയുന്നത്? രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായ തുറക്കാതെ ഇരുന്നു. അതൊരു അനുസരണമാണ്. പിതാവായ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം അനുസരണത്തോടെ പുത്രനായ ക്രിസ്തു നിറവേറ്റി. അതുകൊണ്ട് ആ ദൈവമക്കളായ നാം
കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിളിച്ച വിളിക്കൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി നമുക്ക് അനുസരണമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഉറച്ചു നിൽക്കും. അനുസരണമുള്ള മക്കൾ പിതാവിനെ അനുസരിച്ച് കൽപ്പനകളെ പ്രമാണിക്കും. അനുസരണമുള്ള മക്കൾ മനസ്സ് ഉറച്ചു നിൽക്കും. കാരണം എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ളതാ. പ്രാർത്ഥിച്ചേ പറ്റൂ. കാരണം അനുസരണത്തിന്റെ ഒരു പ്രത്യേകതയാ. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രാർത്ഥന ആവശ്യമാണ്, ദൈവവചനം എനിക്ക് ആവശ്യമാണ്. അനുസരണമുള്ള മക്കൾ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കും. അനുസരണമുള്ള മക്കൾ ആത്മീക വിഷയത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. നമ്മുടെ മനസ്സ് ഉറപ്പിക്കണമെങ്കിൽ ഇവിടെ പറയുക, അനുസരണമുള്ള മക്കളായിരിക്കണം. നമുക്ക് ദൈവത്തെ അനുസരിക്കുന്നവരായി തീരാനിടയാകണം. ദൈവത്തെ എത്രത്തോളം അനുസരിക്കുന്നുവോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സ് ഉറപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. എന്തുകൊണ്ടാ മനസ്സ് പതറിപ്പോകുന്നത്? അനുസരണക്കേടെന്നാ പറയുന്നത്. അനുസരണക്കേട് നമുക്കറിയാം. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഏൽപ്പിക്കുമ്പം നമ്മളത് കൃത്യമായി ചെയ്യാതെ പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സ് അനുസരണത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാ, ഭയമില്ലാത്തത് കൊണ്ടാ. നാം ദൈവത്തെ എത്രത്തോളം ഭയപ്പെടുന്നുവോ അത്രത്തോളം ദൈവത്തെ സ്നേഹിക്കും. ദൈവസ്നേഹം വളരെ നമുക്ക് ആഴമായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ മനസ്സുറപ്പിച്ച് അനുസരണമുള്ളവരായിരിക്കണം. നമ്മുടെ മനസ്സുറപ്പിക്കണമെങ്കിൽ നാം ദൈവം മുൻപാകെ അനുസരണമുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന്റെ വചനം വായിക്കണം, ദൈവവചനത്തിന് മുൻപിൽ സമയം ചിലവഴിക്കണം, പ്രാർത്ഥനയ്ക്കായി സമയം ചിലവഴിക്കണം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഇവിടെ പറയാ, നമ്മുടെ മനസ്സുറയ്ക്കണമെങ്കിൽ നാം അനുസരണമുള്ള മക്കളായിരിക്കണം. പെട്ടെന്ന് നിർത്താം, നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്ത ആശയം എന്ന് പറയുന്നത്, അഞ്ചാമത്തെ ആശയം എന്ന് പറയുന്നത്, അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. അടുത്തത് അഞ്ചാമത്തെ ആശയം, എല്ലാ നടപ്പിലും. അവിടെ പറയാം, ഞാൻ വിശുദ്ധനാകയാൽ. മറ്റൊരു ഭാഗത്തെ കോട്ട് ചെയ്തിട്ട് പറയാ, പഴയ നിയമത്തിൽ ഇതേ ആശയം തന്നെ ഇസ്രായേലിനോട് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവ വിശുദ്ധനാകയാൽ നീയും വിശുദ്ധരായിരിക്കണം. പഴയ നിയമത്തിന്റെ ആശയത്തെ എടുത്തിട്ട് പുതിയ നിയമ വിശ്വാസികളായ നമ്മളോട് പറയാണ്, നമ്മുടെ ദൈവം ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. എല്ലാ നടപ്പിലും വിശുദ്ധി. ജീവിതത്തിലെ എല്ലാ മേഖലയിലും വിശുദ്ധരായിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഉറപ്പിക്കാൻ. അശുദ്ധി വന്നാൽ നമ്മുടെ മനസ്സ് പതറിപ്പോകും. ജീവിതത്തിൽ അശുദ്ധിയും അവിശ്വസ്തതയും വന്നാൽ മനസ്സ് ചഞ്ചലപ്പെട്ടു പോകും. ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാനിടയാകും. ആത്മാർത്ഥമായി ആരാധിക്കാൻ കഴിയുകയില്ല, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയില്ല, ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. എന്താ? നമ്മുടെ നടപ്പെന്ന് പറയുന്നത് ജീവിതത്തെയാ കാണിക്കുന്നത്. എല്ലാ നടപ്പിലും എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, കേവലം ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, ഞായറാഴ്ച ഭക്തിയല്ല, എല്ലാ നടപ്പിലും. സ്കൂളിൽ പോകുമ്പോഴും, നമ്മുടെ പഠനമുറിയിലും, നമ്മുടെ ജോലിയിലും, നമ്മുടെ അടുക്കളയിലും, നമ്മുടെ വിദ്യാഭ്യാസത്തിലും, നമ്മുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ യാത്രയിലും, പോക്കിലും വരവിലും, കൊടുക്കൽ വാങ്ങലുകളിലും, ഇടപാടുകളിലും എല്ലാം വിശുദ്ധരായിരിക്കണം. എല്ലാ നടപ്പിലും. എല്ലാ നടപ്പെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും വിശുദ്ധി കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ്, ഒരു ദൈവ പൈതലിന്റെ മനസ്സ് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. എന്തുകൊണ്ടാ മനസ്സ് പതറിപ്പോകുന്നത്? അവിശ്വസ്തത വരുന്നതുകൊണ്ടാ. എന്തുകൊണ്ടാ മനസ്സ് പതറിപ്പോകുന്നത്? അശുദ്ധി വരുന്നതുകൊണ്ടാ. നമുക്കറിയാം, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചാണ് പാപം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ മുതൽ ആ പാപത്തിന്റെ പ്രവൃത്തി അതാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടാത്തത് ചെയ്യുകയും ചെയ്യുമ്പോൾ, ചെയ്യാൻ പറഞ്ഞത് ചെയ്തില്ല, ചെയ്യേണ്ടാത്തത് ചെയ്യാനുള്ള മനസ്സ്. ഇതാണ് പിശാച് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? പതറിപ്പോകും. അതിനാ എപ്പോഴും നമുക്ക് താല്പര്യം. ഒരെണ്ണം എടുക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലുള്ള ആഗ്രഹം എന്താ? എങ്ങനെയും അതൊന്ന് എടുക്കണം. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും അതൊന്ന് ചെയ്യണം. പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും അതൊന്ന് പറയണം. അത് പറഞ്ഞു കഴിയുമ്പോഴോ
മനസ്സ് ചഞ്ചലപ്പെടും, മനസ്സ് പതറിപ്പോകും. അവിശ്വസ്തത പലപ്പോഴും മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നമ്മുടെ മനസ്സുറപ്പിക്കണമെങ്കിൽ എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. വിശുദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അശുദ്ധി നിറഞ്ഞൊരു ലോകത്താണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. തെറ്റ് ചെയ്യുന്ന ഒരു ലോകത്താണ്. നമ്മുടെ കൂട്ടുകാരെല്ലാം തെറ്റ് ചെയ്യും, നമ്മുടെ കൂട്ടുകാരെല്ലാം മോശമായത് ചീത്ത പറയും, നമ്മുടെ കൂട്ടുകാരെല്ലാം അവിശ്വസ്തത ചെയ്യും. എന്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം അവിശ്വസ്തരാകാം, എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ അവിശ്വസ്തരാകാം, എന്റെ ചുറ്റുപാടുള്ളവരെല്ലാം അവിശ്വസ്തരാണ്. പക്ഷെ ഞാൻ ആരാണ്? ഞാൻ ഒരു ദൈവ പൈതലാണ്. ഞാൻ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടവനാണ്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവരെ പോലെ എന്റെ മനസ്സും നിലവാരവുമാകും, അവരെ പോലെ ഞാനുമാകത്തീരും, ലോകക്കാരെ പോലെ ഞാനുമായിത്തീരും. നമ്മുടെ മനസ്സ് പതറിപ്പോകാൻ സാധ്യതയുണ്ട്. മനസ്സുറപ്പിക്കണമെങ്കിൽ എല്ലാ നടപ്പിലും, എല്ലാ മേഖലയിലും, ചിന്തയിലും, വിചാരങ്ങളിലും, വികാരങ്ങളിലും, മനോഭാവങ്ങളിലും, ജോലിയിലും, ഉത്തരവാദിത്തങ്ങളിലും എല്ലാം പ്രാധാന്യമുണ്ട്. വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. നാം വിശുദ്ധരായിരിക്കണം. ആറാമത്തെ ആശയം കൂടെ പറഞ്ഞു നിർത്താം. 17-ാം വാക്യത്തിൽ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. മനസ്സുറപ്പിക്കണമെങ്കിൽ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. എന്തുണ്ടെന്ന് അവിടെ പറയുന്നത്? ഒരു ന്യായവിധി ഉണ്ട്, ഒരു ന്യായവിധി ഉണ്ട്. നമ്മുടെ മനസ്സുറപ്പിക്കണമെങ്കിൽ ന്യായവിധിയെ കുറിച്ചുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കണം. നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ഒന്നുകൂടെ പറയാം സിമ്പിളായിട്ട്, എല്ലാരും പറയുന്നത് പോലെ പറയാൻ നമുക്ക് അവകാശം ഇല്ല. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. എല്ലാവരും തിന്നുന്നത് പോലെയും കുടിക്കുന്നത് പോലെയും നമുക്ക് അവകാശമില്ല. ഇതാ തനിച്ച് പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ദൈവം നമ്മെ വിളിച്ച് അതവിടെ പറഞ്ഞ് വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം വിളിച്ച് വേർതിരിച്ചതാ. അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ ഭയത്തോടെ കഴിക്കണം. നമ്മുടെ പ്രവാസകാലം, നമ്മുടെ ജീവിതകാലം ദൈവഭയത്തോടെ നാം കഴിക്കണം. ദൈവഭയത്തോടെ കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആരാ? പ്രവാസികളാ, അല്ലെ? പരദേശികള്. നിങ്ങളൊക്കെ അവിടെ ചെന്ന് പാർക്കുക, അന്യ നാട്ടില. അതുകൊണ്ട് നമ്മൾ ഇവിടെ നാടായതുകൊണ്ട് നമ്മള് ഇങ്ങോട്ട് കേരളത്തിലോട്ട് വരുമ്പം പറയും നാട്ടിൽ പോവാൻ. ഇതാണോ നമ്മുടെ നാട്? അല്ല. ഇതും നമ്മള് താൽക്കാലികമായി, നമുക്ക് ഏതാ നാട്? നമുക്കൊരു നാടുണ്ട്, നമുക്കൊരു ഭവനമുണ്ട്. നിത്യദേശം, നിത്യഭവനം, നിത്യമായൊരു ദേശം നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഭവനം, അതാണ് നമ്മുടെ അഡ്രസ്സ്, അല്ലെ? ഡോക്ടർ വില്ലി ഗ്രഹാം പറഞ്ഞതുപോലെ, ഞാൻ ഈ ലോകത്തിൽ അനേക അഡ്രസ്സുകളിൽ മാറി മാറി താമസിച്ചു, എന്നാൽ അധികം താമസിക്കാതെ ഞാൻ എൻ്റെ പെർമനന്റ് അഡ്രസ്സിലേക്ക് പോകുക. ഏതാ നമ്മുടെ പെർമനന്റ് അഡ്രസ്സ്? ദൈവത്തിന് സ്തോത്രം. നിത്യഭവനം, സ്വർഗം, അതാണ് നമ്മുടെ ഭവനം, അതാണ് നമ്മുടെ പെർമനന്റ് അഡ്രസ്സ്. ആ ചിന്ത നമ്മൾ ഭരിക്കുമ്പോൾ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ നാം കഴിക്കണം. നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ എന്തിനാ കഴിക്കുന്നത്? നമുക്കൊരു ന്യായവിധി ഉണ്ടെന്ന് നാം അറിയണം. നമുക്കൊരു ന്യായവിധി. നാം ഒരിക്കൽ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവരാണ്. അവനവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നാം ഓരോരുത്തരും നിൽക്കേണ്ടവരാണ്. ദൈവം മുൻപാകെ കണക്ക് കൊടുക്കേണ്ടവരാണ്. അങ്ങനെയുള്ള ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊരിക്കലും പതറിപ്പോകത്തില്ല. നമ്മുടെ മനസ്സ് ഉറപ്പിക്കാനായിട്ട് കഴിയും. 6 കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. മനസ്സ് ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതർ. 1, നമ്മുടെ മനസ്സുറയ്ക്കണമെങ്കിൽ നാം നിർമ്മതരായിരിക്കണം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ. 2, പൂർണ്ണ പ്രത്യാശ വെക്കണം വരുവാനുള്ള കൃപയെ ഓർത്ത്. 3, മോഹങ്ങളെ മാതൃകയാക്കരുത്. പണ്ട് അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. 4, അനുസരണമുള്ള മക്കളായി ദൈവത്തെ സ്നേഹിക്കണം, വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം. 5, എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. 6, നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. നമ്മൾ പ്രവാസികളാണെന്നും നമുക്കൊരു ന്യായവിധി ഉണ്ടെന്നും നാം ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് നമുക്ക് ഏകാഗ്രമാക്കാൻ പറ്റും. ആ ചിന്ത നമുക്ക് ദൈവഭയം ഉണ്ടാക്കും. നിത്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ, നാം ഇവിടെ പ്രവാസികളാണ്, നാം ഈ ലോകക്കാരല്ല.
എന്റെ ദേശം ഇവിടെയല്ല, എന്റെ ദേശം ഇത്തരയല്ല, എനിക്കൊരു ദേശമുണ്ട്, എനിക്കൊരു ഭവനമുണ്ട്. ആ നിത്യ തുറമുഖത്തെത്തുന്നത് വരെയും ആ നിത്യദേശത്തെ കുറിച്ചുള്ള ചിന്ത ഭരിച്ചുകൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ നാം കഴിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കണം. അങ്ങനെ നമ്മുടെ മനസ്സും നമ്മുടെ കൂടെ വന്നെങ്കിലേ നമുക്ക് ദൈവത്തെ ആത്മാർത്ഥമായി സേവിക്കാൻ പറ്റുള്ളൂ. മനസ്സ് പതറിപ്പോയ ആളുകൾ പിന്മാറ്റത്തിലേക്ക് പോയ ചരിത്രമുണ്ട്. അതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ ദൈവജനത്തെ ഓർപ്പിക്കുകയാണ്, ധൈര്യമുള്ളവരായിരിക്കണം, നാം ഒന്നിലും നിരാശപ്പെട്ടു പോകരുത്, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചോട്ടെ, എന്തെല്ലാം ഉണ്ടായിക്കോട്ടെ, പക്ഷെ മനസ്സുറപ്പിച്ച് നിർമ്മതരായിരിക്കണം. മനസ്സുറച്ചുകൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും പതറിപ്പോകാതെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിച്ച് ഒരു വിശ്വസ്ത ദാസനായി, ദാസിയായി, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ദൈവിക വിളിക്ക് ഓഹരിക്കാരായി വരുന്ന ദിവസങ്ങളിൽ ജീവിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ വീണ്ടും ഒരവസരം ഒരുക്കി നിങ്ങളോടൊപ്പം ആയിരിക്കാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുകയും ഇങ്ങനെ എന്നെയും ആ നിലയിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ അനുവദിച്ച നിങ്ങൾക്കെല്ലാവർക്കും സഭയായുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.